ഐ എം ഡോക്ടർ അലി, അലിയർ ഇംപ്രാസ് ഡെന്റൽ ക്ലിനിക്, മെലാറ്റോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഫീഡ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡി ഡ്രൈവിലാണ് നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡി ഡ്രൈവിൽ നമ്മൾ ക്ലിനിക്കൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഫയലിലാണ് നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ പറ്റും എന്നുള്ളെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഓരോ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഫീഡ് ചെയ്യാൻ പറ്റും. ഈ ഡോക്യുമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഫയൽസ്, ഇപ്പോൾ ഈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓരോ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റേജിൻ്റെ ഓരോ അംശത്തിനനുസരിച്ച് ഇപ്പോൾ ഇത് പ്രീ ഫോം, അവരുടെ സെഫ്, ദെൻ സ്റ്റാർട്ടിങ്, ഡബിൾ ഒക്ലൂസൽ മോഡൽ, സ്റ്റാർട്ടിങ് മോഡൽ, ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് ദ പ്രൊഫൈൽ ഫീച്ചേഴ്സ്, എവറിത്തിങ് യു ക്യാൻ ഡു ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇത് ഓർത്തഡോണ്ടിക് ഫയൽ ഡിഫറെൻ്റ് ആണ്, എൻഡോഡോണ്ടിക് ഫയൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇത് നമുക്ക് ഈ പോസ്റ്റിന് വേണമെങ്കിൽ ഇതാണ് നമുക്ക് ഓൾറെഡി നമുക്ക് ഈ പേഷ്യൻസിൻ്റെ ഇതാക്കാൻ പറ്റും. അത് നമുക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വലുതാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇത് ഓരോ ഫയലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ മൈ ഡിയർ പ്രാക്ടീസ് എന്ന് പറയുന്ന സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ പ്രാക്ടീസും, അത് എൻഡോഡോണ്ടിക്സ് ആയിക്കോട്ടെ ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഫീഡ് ചെയ്ത് വെക്കണം മൈ ഡിയർ പ്രാക്ടീസ്. ഇത് വ്യത്യസ്ത ടൈപ്പിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഓരോ ഡിഫറെൻറ്റ് പ്രാക്ടീസേഴ്സസ് ഡിഫറെൻറ്റ് ഫോൾഡറായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ കേസസിൻ്റെ റെക്കോർഡുകൾ വി ഹാവ് ടു കീപ്പ് ഇൻ ഡിഫറെൻറ്റ് ഫയൽസ്. ഇപ്പോൾ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ പേഷ്യൻസിൻ്റെ ഇതിനകത്തുണ്ടാവും. ഇങ്ങനെ ഓരോ റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ വളരെയധികം പ്രത്യേകത. ഇനി നമ്മൾ പോവുകയാണ് ഈ ഡ്രൈവ് ലാൻഡിൽ പോകുന്നതിന്, നമ്മൾ പുറകിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് പിക്ചേഴ്സ്, ഈ പിക്ചേഴ്സ് നമ്മൾ ഓർത്തോ പിക്ചേഴ്സ്, നമ്മൾ പേഷ്യൻസിൻ്റെ ഫീഡ് ചെയ്യുന്ന ഓർത്തോ പിക്ചേഴ്സ്, ഇതെല്ലാം ഓരോ ഫോൾഡറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്ത ഒരു പേഷ്യൻ്റാണ്. ഈ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്ത പേഷ്യൻസിൻ്റെ അവസ്ഥ എന്താണ്, നമുക്ക് അത് സംബന്ധമായ ഡീറ്റെയിൽസ് എന്താണെങ്കിൽ, പി അബ്ദുൽ മജീദിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിൽ, അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഈ പേഷ്യൻസിൽ വന്നിട്ടുള്ളത് നമുക്ക് ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചും ഇൻഡിവിജ്വലി നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ റെക്കോർഡ് കീപ്പിംഗ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കേസ് പോലും നമ്മൾ സ്പെയർ ചെയ്യരുത്. ഇനി ഇതിന് സമയം കിട്ടാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് പറയാം, ഒരു പ്രീ ആൻഡ് പോസ്റ്റ് ഫോട്ടോ പേഷ്യൻസിൻ്റെ ഹാർഡ് കോപ്പി ആയിട്ടെങ്കിലും നിങ്ങൾ കൈവശം വെക്കണം. ഇത് നമ്മുടെ പ്രാക്ടീസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെ കേസ് വെച്ച് ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇതിൽ പറയുന്ന ഒരു പേഷ്യൻ്റ്, ഇപ്പം ഇതിൽ പറയുന്ന അർഷദ്, അതല്ലെങ്കിൽ ചിത്ര, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കേസ് ഇതിനകത്ത് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട്, ഫോർ എക്സാമ്പിൾ എന്താണ് അജ്മലിൻ്റെ ആദ്യത്തെ അവസ്ഥ, അജ്മൽ എന്ന് പറയുന്ന പേഷ്യൻസിൻ്റെ ഫസ്റ്റത്തെ നമ്മളെ ക്ലിനിക്കിൽ വരുമ്പോഴുള്ള അവസ്ഥ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ആ പേഷ്യൻസിനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഓരോ ചേഞ്ചുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് മോഡൽ എന്തായിരുന്നു, എൻഡിങ് മോഡൽ എന്തായിരുന്നു, സ്റ്റാർട്ടിങ് ഒക്ലൂഷൻ എന്തായിരുന്നു, നെക്സ്റ്റ് ഒക്ലൂഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് ഫീഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മോഡലും എക്സലും സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത ഓപ്പൺ ആണെങ്കിൽ പി അബ്ദുൽ മജീദിൻ്റെ ഡബിൾ ഒക്ലൂസൽ മോഡൽ, അതേപോലെ അബ്ദുൽ മജീദിൻ്റെ പ്രൊഫൈൽ ഫോട്ടോസ്. ഈ പ്രൊഫൈൽ എന്തായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, എന്തായിരുന്നു അതിൻ്റെ ലോവർ ഇൻസൈസർ പൊസിഷൻ എന്തായിരുന്നു, അപ്പർ ഇൻസൈസർ ആംഗുലേഷൻ എന്തായിരുന്നു, മോളാർ റിലേഷൻ എന്തായിരുന്നു എന്നെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ഈസിയസ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യമാണെങ്കിൽ നമുക്ക് ചില വീഡിയോസ്, ഫോർ എക്സാമ്പിൾ
നമുക്ക് ഒരു ചില വീഡിയോസ് നമുക്ക് കേൾക്കണമെങ്കിൽ ഡൗൺലോഡ് വീഡിയോസ് നമുക്ക് ഇതിനകത്ത് പോസ്റ്റ് ഫയൽസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കൺസേൺഡ് ആയുള്ള പോസ്റ്റ് വീഡിയോസ് നമുക്കിതിനകത്ത് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാക്കി നമുക്ക് മാറ്റണം. ഈ ഹാബിറ്റാക്കി മാറ്റുന്നത് പിന്നെ പോസ്റ്റ് ഫയൽസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഓർത്തോ കേസ് അല്ലെങ്കിൽ എൻഡോ കേസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ നമുക്ക് ഇത് ഫീഡ് ചെയ്ത് വെക്കുന്നതിനകത്ത് നമുക്ക് സാധിക്കും. ഇനി നമ്മളെ വർക്കിനോട് ബന്ധപ്പെട്ട് നമുക്ക് വീഡിയോസ് എന്തുണ്ടെങ്കിൽ ഈ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമുക്ക് പറയാം ഇപ്പോൾ ബോണ്ടിങ് ബ്രാക്കറ്റ്. ഇപ്പോൾ ഒരു ബ്രാക്കറ്റ്സ് എങ്ങനെ ബോണ്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോനകത്ത് എങ്ങനെ നമ്മൾ ഒരു ചെയിൻ ലിഗേജ് അതല്ലെങ്കിൽ ഒരു നമുക്ക് പവർ പോയിന്റിന്റെ സഹായത്തോടെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പവർ പോയിന്റിന്റെ സഹായത്തോടെ എന്തെല്ലാം സ്റ്റേജുകളാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്തത്, ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, സെക്കൻഡ് സ്റ്റേജ് എന്താണ് എന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പൊ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. പവർ പോയിന്റ് പ്രസന്റേഷൻസ് നമുക്ക് ഇതേപോലെ അറിയാൻ പറ്റും. എന്താണ് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ PPT ഫയൽസ് അതല്ലെങ്കിൽ വീഡിയോ ഫയൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് നമ്മളെ സ്റ്റഡി കണ്ടന്റായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ എൻഡോഡോണ്ടിസ്നി, ഓർത്തഡോണ്ടിസ്നി, കോമ്പോസിറ്റിൻ്റെയും സംബന്ധമായിട്ട് ഏകദേശം 200 GB ഫയൽസ് ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഫയൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഗുണം. ഇത് നമുക്ക് ഡേ ടു ഡേ നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഫയലുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണം. ഈ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഗുണം, ഇതിനകത്തുള്ള ഗുണം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഉള്ള സബ്ജക്റ്റുകളെല്ലാം നമ്മളെ സബ്ജക്റ്റുകളെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യുവാനും നമുക്കത് കറക്റ്റായിട്ട് പേഷ്യൻസിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്